Hi, I am Abdul, graphic designer. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനർ ആയതുകൊണ്ട് തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഡിസൈനർ ആവാൻ ഏത് കോഴ്സ് ചെയ്യേണ്ടത്, ഏതവിടെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ എന്നൊക്കെ. ഒരു ഫാക്റ്റ് പറയുമല്ലോ, ഒരു നല്ല ഡിസൈനർ ആവാനോ പ്രൊഫഷണൽ ഡിസൈനർ ആവാനോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തന്നെ പഠിക്കണമെന്നോ അവിടെ കിട്ടുന്ന സർട്ടിഫിക്കറ്റിലോ ഡിഗ്രിയിലോ അല്ല പ്രാധാന്യം, സ്കില്ലിലാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. ലേൺ ചെയ്യാനുള്ള വിൽ പവറും അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനുള്ള പാഷനും ഉണ്ടാവണം. എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ സജസ്റ്റ് ചെയ്യാറ് ഓൺലൈനിലൂടെ പഠിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈനറുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് പഠിക്കാനാണ്. എല്ലാവർക്കും സാധിക്കണമെന്നില്ല. ഇൻ്റർനെറ്റിൽ ഒരുപാട് അമേസിംഗ് ആയ കോഴ്സസ് ഉണ്ട് ഗ്രാഫിക് ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ട്. എന്നാൽ അതിൽ അധികവും പെയ്ഡ് കോഴ്സസ് ആണ് ഉള്ളത്. എന്നാൽ നമ്മളിൽ അധികം പേർക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കാറില്ല, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. അപ്പം അവർക്ക് വേണ്ടി ഇന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈൻ പഠിക്കാനും പറ്റും, അത് നല്ലൊരു പ്രൊഫഷണൽ ഡിസൈനറായി മാറാനും പറ്റും. പറയാൻ പോകുന്നതിൽ കൂടുതൽ ചാനൽസും അണ്ടർ റേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ചാനൽസിനെ കുറിച്ച് അറിയാൻ സാധ്യതയില്ല. എന്നാൽ അതിൻ്റെ കണ്ടന്റ് ആണെങ്കിലോ വളരെ അമേസിംഗ് ആണ്. ചില ചാനൽസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ അത് ഈ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയാൻ പോകുന്ന ചാനൽസ് ജസ്റ്റ് ബിഗിനേഴ്സിന് മാത്രം ഉള്ളതല്ല കേട്ടോ, മറിച്ച് പ്രൊഫഷണലായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈനേഴ്സിന് പോലും യൂസ്ഫുള്ളായ ചാനൽസ് ആണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോൻ്റെ അവസാനമാണ് നമ്മുടെ ചാനൽ എന്താണെന്നും നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഈ പറയാൻ പോകുന്ന ചാനൽസ് ഒരു റാൻഡം ഓർഡർ ആയിരിക്കും. ആദ്യം പറയുന്നത് ഒരുപാട് നല്ലതെന്നോ അവസാനം പറയുന്നത് കുറച്ച് നല്ലതെന്നോ എന്നൊന്നുമില്ല. എല്ലാ ചാനൽസും ഒരുപാട് നല്ലതാണ്. ഇത് പൂർണ്ണമായി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് ഏത് ഇഷ്ടമായി, ഏതിൽ നിന്ന് നിങ്ങൾ തുടങ്ങുന്നു എന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് YesI'mDesigner എന്ന ചാനലാണ്. എനിക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടാൻ കാരണം തന്നെ സ്റ്റൈൽ ഓഫ് ഡിസൈൻ ആണ്. അവതരിപ്പിക്കുന്ന രീതിയായാലും ശരി, ചാനലിലെ കണ്ടന്റ് ആയാലും ശരി ഒരുപാട് നല്ലതാണ്. ഇത് അണ്ടർ റേറ്റഡ് ചാനലൊന്നല്ല കേട്ടോ, വളരെ അമേസിംഗ് ആയ സൂപ്പർ ചാനലാണ്. വേറെ ട്യൂട്ടോറിയൽ ചാനൽസിൽ നിന്നും വളരെ വ്യത്യസ്തമായ വീഡിയോസും ട്രിക്സും എടുക്കുന്ന രീതിയും ഡിസൈൻ ട്രെൻഡ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. എല്ലാ സോഫ്റ്റ്വെയർസും കവർ ചെയ്യുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനുമായി ബന്ധപ്പെട്ട എല്ലാ സോഫ്റ്റ്വെയർസും കവറും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ചാനൽ പറയാമെന്ന് വിചാരിച്ചു. അടുത്തത് ഈ ചാനലാണ്. MirRom എന്നാണ് ചാനലിൻ്റെ പേര്. പോസ്റ്റർ ഡിസൈനുമായി ബന്ധപ്പെട്ട് വളരെ സൂപ്പറായ കണ്ടൻ്റാണ് ഉള്ളത്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതിൻ്റെ കളർ ഗ്രേഡിയൻസും കാര്യങ്ങളൊക്കെയാണ്, സ്റ്റൈലും എഫക്റ്റൊക്കെയാണ്. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറോ ഡിജിറ്റൽ ആർട്ടിസ്റ്റോ ആകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ലൈറ്റിങ്സ്, കളർ കറക്ഷൻസ്, ടൈപ്പ്, ടെക്സ്റ്റൊക്കെ എങ്ങനെ വരണം എന്നൊക്കെ ഒരുപാട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ അടുത്തതുള്ളത് ഗ്രാഫിക് ഡിസൈൻ വിത്ത് എലീന. ഈ ചാനലിൽ കൂടുതലുള്ളതും ഇല്ലുസ്ട്രേറ്റർ ബേസ്ഡ് ട്യൂട്ടോറിയലാണ്. ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഇൻഡെപ്തായ ട്യൂട്ടോറിയൽസ് ആണ് ഉള്ളത്. പ്രത്യേകിച്ച് മെഷ്, ഷാഡോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഷാഡോ എങ്ങനെ ചെയ്യാം, മെഷസ് എങ്ങനെ കൊടുക്കാം. ഈ വീഡിയോസൊക്കെ കുറച്ച് ലെങ്ത് വളരെ കൂടിയ വീഡിയോസാണ് ഉള്ളത്. എന്നാലും നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ പറ്റും ഇല്ലുസ്ട്രേറ്ററിനെ കുറിച്ചിട്ട്. പിന്നെ അടുത്ത് വന്ന് ഗ്രാഫിക് ഐലൻഡ്. നിങ്ങളൊരു പ്രിന്റ് ഫീൽഡിലേക്കാണ് പോകാൻ താല്പര്യം എന്നാണെങ്കിൽ പാക്കേജ് ഡിസൈനൊക്കെ എങ്ങനെ ചെയ്യണം, പാക്കേജ് ഡിസൈനിലുള്ള സംശയങ്ങളൊക്കെ തീർക്കാൻ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് പാക്കേജാണ് ഞാൻ മെയിനായിട്ട് ഇത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക. പാക്കേജ് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിന്റ് ഫീൽഡുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ് കാർഡ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യും ഈ ചാനൽ. അടുത്തത് റഫി എ. ഫോട്ടോ മാനിപ്പുലേഷൻസ് ചെയ്യാൻ ഞാൻ തുടക്കം മുതൽ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ മാനിപ്പുലേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഫോട്ടോ മാനിപ്പുലേഷൻസ് ആണ്. പിന്നെ ഞാൻ കൂടുതൽ ഇത് റെഫർ ചെയ്യുന്ന ലൈറ്റിങ്ങും ഷാഡോസ് പിന്നെ റിസോഴ്സസ്. ഇപ്പോൾ മാനിപ്പുലേഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റിസോഴ്സസ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത് നമുക്ക് ട്രെയിൻ ചെയ്യാനും പഠിക്കാനൊക്കെ പറ്റും. നിങ്ങൾ ഫോട്ടോ മാനിപ്പുലേഷനിൽ സ്പെസിഫൈഡ് ആവണം, കളർ കറക്ഷൻ, കളർ ഗ്രേഡിയൻ്റ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇതൊക്കെ കണ്ടില്ലേ, കുറച്ച് വ്യത്യസ്തമായ മാനിപ്പുലേഷൻസ് ഒക്കെയാണ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷൻ പവർ വർദ്ധിപ്പിക്കാനും ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഒരു ചാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത് നോബു ഡിസൈൻ. പേര് പോലെ തന്നെ ആളുടെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ഫണ്ണിയാണ്. നല്ലൊരു കണ്ടൻ്റാണ് ഈ ചാനലിലുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളൊരു പാറ്റേൺ ഡിസൈനോ ടെക്സ്റ്റ് എഫക്റ്റ് ഒക്കെ ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ 3D സ്റ്റൈൽ, ലെറ്റർ എഫക്റ്റ് നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉള്ള ചാനലാണ്, സ്പെഷ്യലി ഫോർ ഇല്ലുസ്ട്രേറ്ററാണ്. ഈ ചാനൽ നിങ്ങളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. അടുത്ത് പിക്സി വ്യൂ. ഫോട്ടോഷോപ്പിൽ ഫണ്ണായിട്ടുള്ള കുറച്ച്
കണ്ടൻസ് ആണ്. ഇപ്പം നിങ്ങളിത് കണ്ടറിയാം, കുറച്ച് ഫൺ ടൈപ്പ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് ഉള്ളത്. മറ്റുള്ള ചാനലിലൊന്നും ഉള്ള ട്യൂട്ടോറിയൽ പോലെയല്ല ഇതിലുള്ളത്. ഇതിൽ കുറച്ച് ഫൺ ടൈപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇതാണ്, എങ്ങനെ ഒരു ഇമേജിനെ വെക്ടറൈസ് ആക്കുന്ന എന്നൊക്കെയാണ്. കുറച്ച് വീഡിയോസ് ഉള്ളെങ്കിലും നല്ലതാണ് ഉള്ളത്. കുറച്ച് ഫൺ ടൈപ്പ് ആയിട്ട് ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഉള്ളത്. അടുത്തത് അഹ്സാൻ സബ്രി എന്നാണ്. ഇപ്പോൾ കോറൽ ഡ്രോയിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയ ചാനലാണ്. കോറൽ ഡ്രോയിൽ എങ്ങനെയൊക്കെ ടെക്സ്റ്റ് എഫക്റ്റ് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ഈ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കോറൽ ഡ്രോയിൽ ഡ്രോയിങ്സ്, ലോഗോ ഡിസൈന്, പോസ്റ്റർ, എഫക്റ്റ് അതൊക്കെ എങ്ങനെ കൊടുക്കാന്ന് അറിയില്ലെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ പറ്റും. അടുത്ത് വിൽപേട്ടേഴ്സ് എന്നാണ്. പ്രത്യേകിച്ച് ലോഗോ ഡിസൈനാണ്. ഫേമസ് ആയ ഓരോ ലോഗോ ഡിസൈൻസിൻ്റെ റിവ്യൂലൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പുള്ള ചാനലാണ്. നിങ്ങളൊരു ലോഗോ ഡിസൈനറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യണം. ലോഗോ ഡിസൈനിൽ വരുന്ന സംശയങ്ങൾ, കമ്പാരിസൺ എന്ന കാര്യങ്ങളൊക്കെ ഈ ചാനലിലുണ്ട്. അടുത്തത് ഡിസൈൻ മെയ്ഡ് സിമ്പിൾ. ഫോട്ടോഷോപ്പ് ആയാലും ശരി, മറ്റുള്ള അഫിനിറ്റി എന്നുള്ള സോഫ്റ്റ്വെയർസിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കിട്ടും. മറ്റുള്ള ചാനൽ കുറച്ച് വലുതാണെങ്കിൽ ഈ ഒരു ചാനൽ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടായിട്ടാണ് കിട്ടുക. പെട്ടെന്ന് ഒരു ക്വിക്കായിട്ട് നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്സൊക്കെ ഫോട്ടോഷോപ്പ് മാത്രമല്ല അഫിനിറ്റി, ഇല്ലുസ്ട്രേറ്റർ എല്ലാ സോഫ്റ്റ്വെയർസിനെ കുറിച്ചും ക്വിക്കായിട്ട് പഠിക്കാൻ പറ്റും. അടുത്ത ചാനൽ ഗ്രാഫിക് ഡിസൈൻ ഹൗ ടു. ആനി എന്നാണ് ആളുടെ പേര്. നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്ററിനെ ബേസ് ചെയ്തൊരു ക്വിക്കായ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുക. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഡിസൈനിൽ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ ചാനലുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയുള്ളത് നിങ്ങൾ നിർബന്ധമായി ഫോളോ ചെയ്യേണ്ട ഒരു 3 ചാനലാണ്. അതിലാദ്യമുള്ളത് ഫോട്ടോഷോപ്പ് ട്രെയിനിങ് ചാനലാണ്. PTC. ഫോട്ടോഷോപ്പിനെ കുറിച്ച് A to Z പുതിയ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ന്യൂസസ് ആയിക്കോട്ടെ, ഫോട്ടോഷോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുതിയതെന്നല്ല ആളുടെ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാം ട്യൂട്ടോറിയൽസ് ആണ്, ക്വിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. എന്തായാലും ഇത് ഫോളോ ചെയ്യണം, നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. അടുത്തത് ബെന്നി പ്രൊഡക്ഷൻസ് എന്നാണ്. ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഡിസൈൻ ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന് പറ്റിയൊരു ചാനലാണ്. വളരെ സൂപ്പറായിട്ടുള്ള വീഡിയോസാണ്. ഇത് നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് കിട്ടില്ല, പകരം നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടാനൊക്കെ ഈ ഒരു ചാനൽ യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ട്, ക്വിക്കായി ഫോട്ടോഷോപ്പിൽ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്ത് ലൈറ്റിങ്സ് ആയാലും കളർ കറക്ഷൻ, കളർ ഗ്രേഡിയൻ്റ് ഒക്കെ ഒരു വെറൈറ്റി ആയ ഒരു ചാനലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ആഡ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ചാനലിന് ഞാൻ പറയുള്ളൂ. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ ക്വാളിറ്റി. ഡീറ്റെയിൽഡ് ആയിട്ട് ട്യൂട്ടോറിയൽ കുറവാണ്, ബിഗിനർക്ക് പറ്റില്ല, എന്നാലും നിങ്ങൾക്ക് നോക്കാൻ യൂസ്ഫുള്ളായ ചാനലാണ്. അടുത്ത് GFX മെൻറ്റർ എന്നാണ്. ഈ ചാനലിലും ഗ്രാഫിക് ഡിസൈനും വിഷ്വൽ എഫക്ട്സ് എല്ലാം കൂടിയിട്ട് പ്ലേ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ട് പ്ലേ ലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്കും വീഡിയോസ് ഉണ്ട് ഈ ചാനലിൽ. ഈ ചാനലിനെ കുറിച്ചൊന്നും ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല, അത്രയും ഫേമസ് ആയ ചാനലാണിത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലും PH ലേൺ എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് ലേൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ ഫോട്ടോഷോപ്പിലെ കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് പറഞ്ഞുതരും. അതിനാണ് ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്യുന്നത്. ഇതൊരു നല്ലൊരു ചാനലാണ്, ഇതും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇത്ര നേരം നമ്മൾ ഇംഗ്ലീഷിലുള്ള ചാനൽസൊക്കെ കണ്ടത്, ഇംഗ്ലീഷ് റിലേറ്റഡ് ആയ കണ്ടന്റ് ഉള്ളതാണ് ചാനൽ കണ്ടത്. ഇനി മലയാളത്തിൽ നിങ്ങൾക്ക് ചാനൽ വേണമെന്നുണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ മലയാളത്തിൽ ഏതെങ്കിലും ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഞാൻ കുറച്ച് ചാനൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ഇതാണ് ഡിസൈനർ ടിപ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. ഈ ചാനലിന് അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും ചാനലിൽ നല്ല നല്ല വീഡിയോസാണ് ഉള്ളത്. പ്രത്യേകിച്ച് മലയാളത്തിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചാനൽ യൂസ്ഫുൾ ആയിരിക്കും. ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, ഇല്ലുസ്ട്രേറ്റർ ആയിക്കോട്ടെ, എല്ലാത്തിനും മലയാളത്തിലുള്ള ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടും. അതുകൊണ്ട് ഇല്ലുസ്ട്രേറ്റർ കണ്ടില്ലേ, ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽസ് ഒക്കെ ഉണ്ട് മലയാളത്തിൽ. ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. പിന്നെ ഉള്ളത് MCS ഓൺലൈൻ എന്നാണ്. ലോഗോ ഡിസൈൻ എങ്ങനെ ചെയ്യുക, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് മലയാളത്തിൽ വേണമെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. അണ്ടർ റേറ്റഡ് ആണെന്ന് വിചാരിക്കേണ്ട, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. ഓരോ വീഡിയോസും ട്യൂട്ടോറിയൽസ് ഒക്കെ നോക്കി നോക്കൂ. വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാവധാനത്തിൽ പറഞ്ഞു തരുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ ഏതെങ്കിലും നല്ല ചാൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ ഫേവററ്റ് ആയ ഡിസൈനർമാരുടെ ചാനലോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഗ്രാഫിക് ഡിസൈൻ പഠിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയ വീഡിയോസും ചാനൽസും നമ്മൾ കണ്ടു. അപ്പോൾ ഇത്ര മാത്രം മതിയോ ഗ്രാഫിക് ഡിസൈനർ പ്രൊഫഷണൽ ആവാൻ? പ്രിൻറ്റിംഗ് ഫീൽഡ് പ്രോസസ്സർ ഉണ്ട്,
അഡ്വർടൈസിങ് ഏജൻസി എന്താ, എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയണ്ടേ, ബ്രാൻഡിങ് എങ്ങനെ ചെയ്യണമെന്ന് അറിയണ്ടേ, ഡിസൈനറിന്റെ ലൈഫ് സ്റ്റോറി എന്താണെന്ന് അറിയണ്ടേ, ഒരു ഡിസൈനറിൽ നിന്ന് എങ്ങനെ എന്റർപ്രണർ ആവാമെന്ന് അറിയണ്ടേ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാനും അത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചാനലുള്ളത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ തുടങ്ങാം.